ഇതെടുത്തോ. മതി മതിയാ? ആ പാപ്പോ. ഒളിച്ചോ ഒളിച്ചോ. ഇവിടെ ഒരു ഷോപ്പിംഗ്. എന്തോ ഷോപ്പിംഗ്? ചിപ്സ് ചിപ്സ്. ചിപ്സോ? എന്റെ കണ്ടുപോയി. നമ്മളൊക്കെ ക്രിസ്ത്യാനികളെ എന്നിട്ട് ഓടിക്കില്ല. അയ്യോ ഭീകരൻ. ഒക്കെ മനസ്സിലുണ്ട്. തനിച്ചിരുന്ന് വായിക്കാണോ? ആരാ മോളെ? ഒരു കൂട്ടുകാരിയാ മമ്മി. മമ്മിയാ? പോയി. ഇല്ല ഇല്ല, വിവാദം വന്നപ്പോ പുറത്തിറങ്ങാൻ മടിയായല്ലേ? പുറത്തിറങ്ങാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചെറുതായിട്ട് കാല് തെറ്റിന്ന് വീണേ. ഇല്ല ഇല്ല, അങ്ങനെ മുറിവോ തലക്ക് കെട്ടോ അങ്ങനെ ഒന്നുമില്ല. വീണതിന് ശേഷം ചെറിയൊരു ജലദോഷം, അത്രേ ഉള്ളൂ. പിന്നെന്തൊക്കെയാണ്? ഞാൻ ഭീകരനെ കണ്ടു. ഭീകരനോ? ഏത് ഭീകരൻ? 50 ലക്ഷം വിലയുള്ള ഭീകരൻ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. കാരണത്ത് അയാൾ സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല, എന്റെ കണ്ണു തള്ളിപ്പോയി. ചുമ്മാ അച്ചായ, 50 ലക്ഷം വിലയുള്ള തലയും വെച്ചോണ്ട് അച്ചായന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഭീകരന് വട്ടായിരിക്കണം. എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ ഭാസ്കരൻ തന്നെയാണോ? ആണെങ്കിൽ എന്നാ ഞാൻ കണ്ടത് ഭീകരനെ തന്നെയാണ്. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ ഈരാജ് പിന്നെയും പിടിവിട്ടു. അവന്റെ തുണിയായത്. അച്ചായൻ ഈടെയായിട്ട് കാര്യമായെന്തോ താറാറുണ്ട് കേട്ടോ. അല്ലേ പിന്നെ ആ ഭാഗ്യനാഥൻ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് എന്നെ ഈ പരുവത്തിലാക്കോ? അത് ഇതുപോലല്ല, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം. യെസ്, സബ് ഇൻസ്പെക്ടർ ഭാഗ്യനാഥൻ ഹിയർ. ഭീകരനോ? എവിടെ? നിങ്ങളാരാ? ഹലോ ഹലോ, ഈ വിവരം നിങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് പോലീസ് സന്നാഹങ്ങളുമായി ഞാൻ അവിടെ എത്തിക്കൊള്ളാം. ഓക്കെ? ഭീകരനോ? അതെ, ഗാന്ധിനഗറിലെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഭീകരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് അജ്ഞാതന്റെ ഫോൺ കോൾ. ഭാഗ്യദേവത ഈ ഭാഗ്യനാഥനെ അനുഗ്രഹിച്ചിരിക്കുന്നു. പദവിയും പണവും നമ്മളെ തേടിയെത്താൻ പോകുന്നതാ കൊച്ചപ്പി. ധീരനും നാടിന്റെ രോമാഞ്ചവുമായ എസ്.ഐ. ഭാഗ്യനാഥൻ നാടകീയമായ ഒരു ഏറ്റുമുട്ടലിലൂടെ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായ ഈ ഭീകരനെ അറസ്റ്റ് ചെയ്ത എസ്.ഐ. ഭാഗ്യനാഥിന് അഭിനന്ദനങ്ങൾ. ഓ, 50 ലക്ഷം പേരിൽ മാത്രമല്ല, ജീവിതത്തിൽ നീ ഭാഗ്യവാനായല്ലോ എന്റെ ഭാഗ്യനാഥ മരുമകനെ. എന്താ വണ്ടി തന്നെ ഇരിക്കുന്നേ? അകത്തേക്ക് വാ മോനെ. ഉപചാരങ്ങളൊന്നും ഇപ്പൊ വേണ്ട. അയ്യോ, നിന്റെ മുറപ്പണിന്റെ വീട്ടിൽ എന്ത് ഉപചാരം? ഭാഗ്യേട്ടൻ ഭീകരനെ പിടിച്ചു എന്ന് കേട്ടപ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്റെ മോക്ക്, അല്ലേ ചന്ദ്രൻ? പണവും പ്രതാപവും വന്നപ്പോ അമ്മാവന്റെ മുന്നിൽ ഭാഗ്യനാഥൻ യോഗ്യനായി അല്ലേ? ചത്തു ചീർത്ത പോത്തിന്റേത് പോലത്തെ ഈ മോന്ത നോക്കി ഇനിയെങ്കിലും ഒരു നഗ്ന സത്യം നിർവചിക്കട്ടെ. നായയുടെ വർഗവിരോധം, ചെന്നായുടെ ക്രൗര്യം, ലക്ഷമെന്ന് കേൾക്കുമ്പോൾ കഴുകന്റെ ആർത്തി, എല്ലാം ചേർന്നൊരു സത്വം. അതാണ് എന്റെ അമ്മാവൻ. ഭാഗ്യനാഥ, ശബ്ദിക്കരുത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ചോരക്കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാര് പറഞ്ഞ വാക്ക് നീ മറന്നോ ഭാഗ്യനാഥ? ഇല്ല, അത് മാത്രം എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, അഞ്ജുവിന്റെ കാര്യത്തിൽ ഇനി നിങ്ങളുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് അഞ്ജു ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ഇറങ്ങി വരണം. എന്തിനാ ധിക്കരിക്കുന്നേ? ഞങ്ങളായിട്ട് എന്നെ അനുഗ്രഹിച്ചയക്കാലോ. വേണ്ട, ഇവൾ നിങ്ങളെ ധിക്കരിച്ചിറങ്ങി വരണം. അഞ്ജുവിന് വേണ്ടി 5 വരെ ഞാൻ എണ്ണും. അതിനുള്ളിൽ ഈ കരം ഗ്രഹിച്ചാൽ അഞ്ജു ഭാഗ്യനാഥന്റെ ഭാര്യയാവും. നാണാവുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, ഞാൻ കണ്ണടച്ചേക്കാം. 1
2 3 4 5 ഞാനിവിടെ വേണമെങ്കിലും വരാം, ആര് വേണമെങ്കിലും ധിക്കരിക്കാം. കൊച്ചപ്പി, ഞാൻ ഭീകരനെ പിടിച്ചെന്നൊരു സ്വപ്നം. മനസ്സിലായി മനസ്സിലായി, സാറിന്റെ മറ്റേ ലയന്. ഭീകരൻ ഭീകരനോ? പിടിക്കവനെ.